Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ എത്ര എണ്ണം എടുത്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? സെൻട്രിഫ്യൂജ് വരെയല്ലേ നിർത്തിയത്? അവിടെ വരെ കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, അത്രയും വരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിക്ക് പോവാം ട്ടാ. അടുത്തതാണ് മിനി റോട്ടറി ഷേക്കർ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പിക്ചർ ഒന്ന് നോക്കാം ട്ടാ. അപ്പൊ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഒരു ഏകദേശം പിക്ചർ ഒന്ന് ഓർത്താൽ നമുക്ക് ഒരു ഏകദേശ ഐഡിയ കിട്ടും. അപ്പൊ മിനി റോട്ടറി ഷേക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയം. അപ്പൊ പല വോളിയത്തിലുള്ള, ലാസ്റ്റ് വണ്ണോ സെൻട്രിഫ്യൂജ് ആണോ ചോദിക്കുന്നേ? സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ ലബോറട്ടറീസില്, നമ്മുടെ ലാബുകളിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് ഇപ്പൊ ഫ്ലൂയിഡ്സിനെയോ ഗ്യാസിനെയോ ലിക്വിഡിനെയോ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ഒരു ബ്ലഡ് ആണെങ്കിൽ ആ ബ്ലഡിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഫ്ലൂയിഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കിട്ടിയാൽ അതിലെ കമ്പോണൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. അതെന്തിന്റെ ബേസിസിലാണ്? ആ ഒരു ലിക്വിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ ഒക്കെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് വളരെ ഇതെന്ത് ചെയ്യുന്നു, ആ ഇതിനുള്ളിൽ ആ ഒരു സെൻട്രിഫ്യൂജിനുള്ളിൽ ഒരു വെസൽ ഉണ്ടായിരിക്കും. ആ ഒരു വെസലിലേക്ക് നമ്മൾ ടെസ്റ്റ് ട്യൂബുകളിലാക്കി ഈ ഫ്ലൂയിഡ്സോ ഗ്യാസോ ഒക്കെ നിറച്ചിറങ്ങി ഫ്ലൂയിഡ്സ് ഒക്കെ വെക്കുമ്പോ ഇതൊരു ഹൈ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. കാരണം അങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ സമയം ടൈം പീരീഡ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ആ ഒരു ഹൈ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ അത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് ഏറ്റവും കട്ടി കൂടിയ അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയവ താഴെ അടിയുന്നു, അതിനും കുറച്ചും കൂടി കുറവുള്ളവ അതിന് മിഡിലായിട്ട് അടിയുന്നു, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളവ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുകയും ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ഓരോരോ ഭാഗങ്ങൾ, ഇപ്പം വാട്ടർ ലെവൽ, വാട്ടർ ഇതായിട്ടുള്ള ബ്ലഡിന്റെ ആണെങ്കിൽ പ്ലാസ്മ, അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ്, ബ്ലഡ് സെൽസ്, അങ്ങനെ നമുക്ക് ഓരോന്നും വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് മിനി റോട്ടറി ഷേക്കർ ആണ് കേട്ടാ. മിനി റോട്ടറി ഷേക്കർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വോളിയംസിൽ, ഇപ്പൊ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതാവാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെസലിലോ എടുത്തിരിക്കുന്ന ഡിഫറെന്റ് വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് ഷേക്ക് ഒക്കെ എടുക്കില്ലേ, നമ്മൾ ഷേക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പല വോളിയം അല്ലെങ്കിൽ പല വോളിയത്തിലുള്ള സാധനങ്ങൾ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കില്ലേ? എടുക്കോ? ഷേക്ക് അടിക്കുന്നത് എങ്ങനെയാ? ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെയും പല വോളിയംസ്, ഇതൊരു ഗ്ലാസ് വെസലിലോ ടെസ്റ്റ് ട്യൂബിലോ നമ്മൾ ആഡ് ചെയ്യുന്ന പല വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദീസ് ഷേക്കേഴ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ പാത്തോളജി. ഷേക്കർ എന്നാണ് കേട്ടോ, ഒരാളുണ്ട് അവിടെ, ഷേക്ക് എന്നല്ല ഷേക്കർ എന്നാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ഇല്ല എങ്കിലും ഇത് നോട്ട് ചെയ്യണേ. These shakers find applications in pathology, microbiology, chemistry, molecular biology, ഇങ്ങനെയുള്ള മേഖല. അതായത് പ്രധാനമായിട്ടും നമ്മുടെ പാത്തോളജി, ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട രോഗശാസ്ത്രം അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി, മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ട്, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, മോളിക്കുലാർ ബയോളജിയുമായി ബന്ധപ്പെട്ട്, അപ്പൊ ഇങ്ങനെയുള്ള ചാപ്റ്റർ ആണോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് ശരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം, നമ്മൾ അതിൽ പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മൈക്രോബയോളജി ലബോറട്ടറികളിലോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടോ മോളിക്കുലാർ ബയോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ പല വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. ക്ലിയർ ആണോ?
മിനി റോട്ടറി ഷേക്കർ. ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ ഗ്ലാസ് വെസലിലോ എടുക്കുന്ന ഡിഫറെന്റ് വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ത്രെഡ്മിൽ. കണ്ടിട്ടുണ്ടോ ത്രെഡ്മില്? ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ത്രെഡ്മില് പോയിട്ടില്ല അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടു കാണുമല്ലോ അല്ലെ? അപ്പൊ ഇത് ഇവിടെ ത്രെഡ്മിൽ എന്ന് പറയുന്നത് ഇതൊരു ടെസ്റ്റ് ആണ്. ത്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അല്ലെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. And also known as cardiac stress test. This is a cardiological test that evaluates the heart's capacity to respond to external stress in a controlled clinical environment. ഇവിടെ ഒരു കൺട്രോൾഡ്, അപ്പൊ ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അല്ലെ? ആ ഒരു വ്യക്തിക്ക് അവരുടെ ഇഷ്ടത്തിന് ആ ഒരു ത്രെഡ്മിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഒരു പിക്ചർ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പറ്റുമോ? ഇല്ല. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവർക്ക് നൽകുക അല്ലെ? അതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുന്നു? ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഇവർക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് കൊടുക്കും. ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനനുസരിച്ച് അവരുടെ ആ ഒരു ഹൃദയത്തിന്റെ കപ്പാസിറ്റി, ആ ഒരു സ്ട്രെസ്സിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി ഹൃദയത്തിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു ടെസ്റ്റാണ് എന്ത്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. The stress response is persuaded by excite or by drug stimulation. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു പിക്ചറിൽ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ടെക്നീഷ്യൻ ഉണ്ടാവും, ഒരു ECG മോണിറ്റർ ഉണ്ടാവും. ആ ECG മോണിറ്റർ ആരുടെ ദേഹത്തേക്ക് അതിന്റെ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആ പേഷ്യന്റിന്റെ അല്ലെ, അല്ലെങ്കിൽ ആ ത്രെഡ്മിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിന്റെ സ്കിന്നിലേക്കാണ് അല്ലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഷർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മൾ അതിനനുസരിച്ച് സ്പീഡുകൾ കൃത്യമായിട്ട് കൂടി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്ത് അതിലൂടെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ആ സ്റ്റിമുലേഷന് അല്ലെങ്കിൽ ആ ഒരു ഉത്തേജനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഹേർട്ട് എത്ര നന്നായിട്ട് ആ ഒരു സ്ട്രെസ്സിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് പ്രധാനമായിട്ടും ഇതിനിപ്പോ എന്തെങ്കിലുമൊക്കെ വലിയ രീതിയിലുള്ള സർജറി കാര്യങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ ആ സർജറിക്ക് ശേഷം ഈ പറയുന്ന അവരുടെ ഹൃദയം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നല്ല കപ്പാസിറ്റിയിലേക്ക് അതായോ, ഇങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഇപ്പൊ അവര് ആ ഒരു ത്രെഡ്മിൽ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് സമയമായിരിക്കും കേട്ടോ. അപ്പൊ അത് ആ ഒരു കണ്ടിന്യൂസ് ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ടൈം പീരീഡിന് അതിനു വേണ്ടി ആ ഒരു ടെക്നീഷ്യൻ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് ഇവർക്ക് കൊടുക്കുന്നു. ഒന്നില്ലെങ്കിൽ അവർക്ക് ഡ്രഗ് സ്റ്റിമുലേഷൻ, ഡ്രഗ് ഉപയോഗിച്ച് ഒരു ഉത്തേജനം കൊടുക്കാം. അല്ലെങ്കിൽ അവർ ആ ഒരു ത്രെഡ്മിൽ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു സ്ട്രെസ്സിലൂടെ അവരുടെ ആ ഒരു സ്ട്രെസ് കിട്ടുമ്പോൾ അവരുടെ ഹൃദയം എത്ര നന്നായിട്ട്, എത്ര കപ്പാസിറ്റി, എത്രത്തോളം കഴിവോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ECGയും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ എത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ടോ, കൃത്യമായിട്ടാണോ അവിടെ എല്ലാം നടക്കുന്നത്, അവരുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണോ എന്നൊക്കെ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് ആ ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടു കൂടി നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്താൽ വെക്കാൻ പറ്റും. അപ്പൊ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ടെസ്റ്റ് അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയില്ല. ആ ടെസ്റ്റ് അവിടെ വെച്ച് നിർത്തും. ചിലർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കാരണം അത് അവരുടെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പൊ എത്രത്തോളം സമയം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇനി അവർ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആകുമ്പോഴോ അത്രയും സമയം അവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ ECG എങ്ങനെയാണ്, അതുപോലെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, വേരിയേഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന്റെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. മറ്റൊരു പേര് ഏതാണ്? അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ത്രെഡ്മിൽ ടെസ്റ്റിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്ലൂക്കോമീറ്റർ. അറിയില്ലേ?
ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ഡയബറ്റിക്സ് പേഷ്യൻസ് ഉള്ള വീടുകളിൽ മിക്ക വീടുകളിലും ഉള്ള ഒരു സാധനമാണ് അല്ലെ ഗ്ലൂക്കോമീറ്റർ അല്ലെ. A glucose meter is a medical equipment which is used to determine the proper concentration of glucose in the blood. നമ്മുടെ ബ്ലഡിലെ ശരിയായിട്ടുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോസ് മീറ്റർ അല്ലെ. നമ്മുടെ ബ്ലഡ് പ്രഷർ ബ്ലഡിലെ കോൺസെൻട്രേഷൻ എന്തിന്റെ കോൺസെൻട്രേഷൻ ആ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ. ഇതിന് ആ ഒരു സ്ട്രിപ്പ് ഉണ്ടാവുമല്ലോ, കണ്ടിട്ടില്ല? സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ നോക്കുന്നേ അല്ലെ. ആ ഒരു സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഇമേഴ്സ്ഡ് ഇൻടു എ സബ്സ്റ്റൻസ്. അതായത് നമ്മുടെ ഇപ്പൊ ബ്ലഡ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അപ്പൊ ബ്ലഡ് ആ ഒരു സബ്സ്റ്റൻസിലേക്ക് ആ ഒരു സ്ട്രിപ്പ് ഡിപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്ലഡ് കയറുകയും മെഷർഡ് ടു ദ ഗ്ലൂക്കോസ് ചാർട്ട്, അത് ആ ഒരു ഗ്ലൂക്കോമീറ്ററിലേക്ക് വെച്ചിട്ട് ആ ഒരു ഗ്ലൂക്കോമീറ്ററിലുള്ള ഗ്ലൂക്കോസ് ചാർട്ടില് കൃത്യമായിട്ട് അത് മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ബ്ലഡില് എത്രത്തോളം ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ അടങ്ങിയിരിക്കുന്നു എന്ന് ആ ഒരു ഗ്ലൂക്കോസ് ചാർട്ട് വെച്ചിട്ട് ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നതിനെയാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഒരു ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ ഉപകരണമാണ്. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലൂക്കോസ് പേപ്പറിന്റെ ഒരു പീസാണ് നമ്മൾ സ്ട്രിപ്പ് എന്നാ പറയാറുണ്ട് അല്ലെ. ആ ഒരു ഗ്ലൂക്കോസ് പേപ്പറിന്റെ പീസ് ഈ പറയുന്ന ബ്ലഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ എന്ത് ചെയ്യുന്നു? ഇമേഴ്സ് ചെയ്ത് മുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്ലൂക്കോസ് ചാർട്ട് അതിനുശേഷം നമ്മൾ ആ ഒരു മെഷീനിലേക്ക് അത് എൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ അത് ഡിപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു കൊടുക്കുന്ന ബ്ലഡിൽ എത്രത്തോളം ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് ആ ഒരു മെഷീനിലുള്ള ഗ്ലൂക്കോസ് ചാർട്ട് വെച്ച് നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്ത് ആ ഒരു റീഡിങ് അവിടെ കാണിക്കും. ക്ലിയർ ആണോ? ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ. ഓക്കെ, അടുത്തതാണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഒരു സിറിഞ്ച് പമ്പ് പറഞ്ഞിരുന്നു ഇല്ലേ? സിറിഞ്ച് പമ്പ് പറഞ്ഞില്ലായിരുന്നോ? അത് സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞു ഒരു വളരെ സ്മോൾ എമൗണ്ട് ഗ്രാജുവലി ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മെഡിസിൻസ് ആണ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഇൻഫ്യൂഷൻ പമ്പിൽ അങ്ങനെ ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. സാധാരണ നമുക്ക് ഡ്രിപ്സോ കാര്യങ്ങളോ ഇടുന്ന പോലെ ഒരു എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മെഡിക്കേഷൻ മരുന്നുകളോ ന്യൂട്രിയൻസോ ഒക്കെ ഒരു പേഷ്യൻസിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് കൊടുക്കാൻ പറ്റും. An infusion pump injects fluids, medication of nutrients into a patient's circulatory system. ഒരു രോഗിയുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് ഫ്ലൂയിഡ്സോ ദ്രാവകങ്ങളോ മരുന്നുകളോ ന്യൂട്രിയൻസ് പോഷകങ്ങളോ ഇൻജെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുത്തിവെക്കുന്ന ഒരു പമ്പിനെയാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. And it's commonly used intravenously. ഇത് പ്രധാനമായിട്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. എങ്ങനെ ഇൻജെക്ഷൻസ് നടത്താം? ഇൻട്രാവീനസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഞരമ്പിലൂടെ കൊടുക്കാം. കൊടുക്കാറില്ലേ? നമ്മുടെ ഞരമ്പിലൂടെ നമുക്ക് മെഡിസിൻസ് ഫ്ലൂയിഡ്സ് ഒക്കെ തരാറുണ്ടല്ലോ അല്ലെ. ഓൾദോ സബ്ക്യൂട്ടേനിയസ് ചർമ്മത്തിന് പുറമെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് തൊട്ട് സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ചെയ്യാം. ആർട്ടീരിയൽ എന്താ? നമ്മുടെ ധമനികള് ആർട്ടറികളിലൂടെ ചെയ്യാം. ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എന്താണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ? കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? നമ്മുടെ സി സെക്ഷൻസ് അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് പെയിൻ ഒക്കെ നമ്മുടെ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് മുൻപ് പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിലീഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഒരു ഇഞ്ചക്ഷൻ തരാറില്ലേ? ഒരു അനസ്തീഷ്യ പെയിൻ റിലീഫ് ആവാൻ വേണ്ടി തരാറില്ലേ? അതെ. ഭാഗത്ത് നമ്മൾ ആ ഒരു ഇഞ്ചക്ഷൻ തരുന്നതിനെയാണ് സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള ഭാഗത്ത് ആ ഒരു ഇഞ്ചക്ഷൻ തരുന്നതിനെയാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ഇങ്ങനെയുള്ള ഏത് ഭാഗത്തും നമുക്ക് ഈ ഒരു ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ച് ഫ്ലൂയിഡ്സോ മരുന്നുകളോ ന്യൂട്രിയൻസോ കൊടുക്കാം. അപ്പൊ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻജെക്ട് ചെയ്ത് അല്ലെങ്കിൽ കുത്തിവെച്ച് കൊടുക്കുകയാണ് ചെയ്യുക.
ഫോമിൽ നമുക്ക് ചർമ്മത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞരമ്പിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ആർട്ടറീസ് ധമനികളിലൂടെ കൊടുക്കാം. ആൻഡ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. നമ്മുടെ സ്പൈനൽ കോഡിന്റെ രണ്ട് ഭാഗങ്ങളിലും ചുറ്റുമുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ വഴി ഫ്ലൂയിഡ്സോ മരുന്നുകളോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ ഇൻഫ്യൂഷൻ പമ്പ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് നെക്സ്റ്റ് 3 എണ്ണവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എക്സ്റേ, CT സ്കാൻ, MRI അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ എന്താണ് C-സെക്ഷൻ ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ലോവർ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ചുറ്റുമായിട്ട് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ തരാറില്ലേ? അതിനെയാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. പെയിനൊക്കെ റിലീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അനസ്തീഷ്യ അല്ലെങ്കിൽ നമുക്ക് വേദന സംഹാരികൾ തരാറില്ലേ? ആ ഒരു ഭാഗത്തെ മരവിപ്പിക്കാൻ വേണ്ടിയൊക്കെ. അതാണ് കേട്ടോ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചതല്ലേ? എക്സ്റേ, CT സ്കാൻ, MRI പഠിച്ചതല്ലേ? ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇവിടെ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പൊ ഈ എക്സ്റേ എന്ന് പറയുന്നത് painful procedure that is done to make images of the structures within the body, especially the bones. അപ്പൊ എക്സ്റേ എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ? ഒരുപാട് സമയമൊന്നും നമുക്ക് അതിന് വേണ്ട. അതുപോലെ തന്നെ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്, വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ? That is done to make images of the structures within the body. നമ്മുടെ ബോഡിയിലുള്ള സ്ട്രക്ചറുകളുടെ അല്ലെങ്കിൽ ഘടനകളുടെയൊക്കെ പല ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സഹായിക്കുന്നത്. എസ്പെഷ്യലി ദ ബോൺസ്, പ്രധാനമായിട്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബോൺസിന്റെ അല്ലെങ്കിൽ അസ്ഥികളുടെ ചിത്രങ്ങൾ എടുക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഘടനകളുടെ ചിത്രങ്ങൾ എടുക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ബോൺസ് അല്ലെങ്കിൽ അസ്ഥികളുടെ ചിത്രം എടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എക്സ്റേ എടുക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഓൾറെഡി ഇതേ സെന്റൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ? റേഡിയോളജിയിൽ ഇതേപോലത്തെ സെന്റൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. അടുത്തതാണ് CT സ്കാൻ. CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ അല്ലെ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. യൂട്ടിലൈസസ് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻസ് ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ്സ് taken from various angles to make cross-sectional images of particular areas of a scanned object, permitting the user to observe inside the object without clearing. അതായത് നമ്മുടെ ഒരു CT സ്കാൻ എന്ന് പറഞ്ഞാലും ശരിക്കും എക്സ്റേ എടുക്കുന്നത് തന്നെയാണ് അല്ലെ? പക്ഷേ എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു ഒബ്ജക്ട്, ഏത് ഒബ്ജക്റ്റ് ആണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണ് നമുക്ക് ചിത്രം കിട്ടേണ്ടത്, അതിന്റെ പല ആംഗിളിൽ നിന്നുള്ള പിക്ചർ ആയിരിക്കും അല്ലെ? പല ആംഗിളിൽ നിന്നെടുക്കുന്ന എക്സ്റേ ഇമേജുകളെ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്തെടുക്കുന്ന ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ? ഇവിടെ മറ്റേ എക്സ്റേ ആവുമ്പോൾ ഒറ്റ ആംഗിളിലായിരിക്കും, പക്ഷെ CT സ്കാൻ ആവുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ ഇമേജുകൾ എടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് അതിന്റെ ഒരു 3 ഡയമെൻഷണൽ ഇമേജുകളായിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൂടെ ആ ഒരു സ്കാൻ ചെയ്ത ആ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആൻഡ് പെർമിറ്റിംഗ് ദ യൂസർ ടു ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് ടിയറിംഗ്. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ യാതൊരുവിധ ചെറിയ പോലെ ഒരു മുറിവോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഈ ഒരു CT സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും അല്ലെ? ഇവിടെ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് ആ ഉള്ളിലുള്ള പ്രവർത്തനങ്ങള് കാര്യങ്ങൾ എങ്ങനെയാണുള്ളത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന, അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് CT സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയട്ടെ? ഓക്കെ. അടുത്തതാണ് MRI. MRI അറിയാലോ? റെസൊണൻസ് ഇമേജിംഗ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. MRIയുടെ എക്സ്പാൻഡഡ് ഫോം എഴുതാൻ പറയാറുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്.
makes sure of a large magnet and radio waves to observe organs, structures inside the body. അപ്പൊ നമുക്ക് ഒരു മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ ഒരു MRI ഉപയോഗിക്കുന്നതിൽ മേക്ക് ഷുവർ ഓഫ് ഒരു ലാർജ് മാഗ്നറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ബോഡിയുടെ അകത്തുള്ള ഓർഗൻസിന്റെ സ്ട്രക്ചേഴ്സ്, അതായത് ആന്തരിക അവയവങ്ങളെയും നമ്മുടെ ശരീരത്തിനുള്ളിലെ പല ഘടനകളെയും ഒക്കെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്ക് യൂസസ് ഓഫ് MRI scans to diagnose various of conditions that affect. അപ്പൊ നമുക്കൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പ്രധാനമായിട്ടും ഈ ഒരു MRI സ്കാനുകള് രോഗനിർണയത്തിനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറയുന്നത് ഈ പറയുന്ന കുറച്ച് കണ്ടീഷനിലാണ് പ്രധാനമായിട്ടും നമ്മളോട് പറയാറ്. അത് ഒന്നാമത്തതാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പറയാറില്ലേ MRI എടുക്കണമെന്ന്. ബ്രെയിനും നമ്മുടെ സ്പൈനൽ കോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ നമ്മളോട് MRI എടുക്കാനാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ഇപ്പൊ ബോണുകൾ സാധാരണ ഒരു എക്സ്റേ എടുത്തിട്ടോ കാര്യങ്ങളുള്ള ബോൺസിനുള്ളിലൊക്കെ അല്ലെങ്കിൽ ജോയിന്റ്സിനുള്ളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടണം, അത് മാറുന്നില്ല. അങ്ങനെ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിനേഷൻസ് നടത്താൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, MRI പ്രിഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്കും MRI തന്നെയാണ് പ്രിഫർ ചെയ്യുക. നാലാമത്തേതാണ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഹൃദയവുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസിനും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ പ്രോബ്ലംസോ ഉണ്ടെന്ന് തോന്നിയാൽ ഇപ്പൊ നമുക്കൊരു എക്സ്റേ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്കാൻ ചെയ്യുമ്പോഴോ എക്കോ ചെയ്യുമ്പോഴോ ഒന്നും മനസ്സിലാവാത്ത കുറച്ചും കൂടി പിന്നെയും നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് MRI ആയിരിക്കും. അപ്പൊ MRI മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു ലാർജ് മാഗ്നറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളും അതിന്റെ ഘടനയെയും കുറിച്ച് നിരീക്ഷിക്കാൻ നമ്മളെ ഇത് സഹായിക്കുന്നു. പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും MRI പ്രിഫർ ചെയ്യാറ്. അതിൽ ഒന്നാമത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇഞ്ചറി, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട ഇഞ്ചറീസോ മറ്റു പ്രോബ്ലംസോ റിലേറ്റഡ് ആയിട്ട് പറയാറുണ്ട്. ബോൺസ് ആൻഡ് ജോയിന്റ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാറുണ്ട്. ബ്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസറോ കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പറയാറുണ്ട്. ക്ലിയർ ആണോ MRI? ഓക്കെ, അടുത്തതാണ് ഓട്ടോക്ലേവ്. ഇതും പഠിച്ചതല്ലേ? ഓട്ടോക്ലേവ് CSSD പഠിച്ചില്ലേ? ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല് എന്തിനു വേണ്ടിയാണ്? മെക്കാനിക്കൽ ഡിവൈസ് that uses high temperature, steam and pressure to destroy microorganisms such as bacteria, viruses, fungus and spores on items that are put inside its pressure vessel. എന്ത് ചെയ്യുന്നു? ഒരു ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഇവിടെ ഹൈ ടെമ്പറേച്ചറും സ്റ്റീമും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ സ്റ്റീം അതുപോലെ പ്രഷർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആൻഡ് സ്പോർസ്. സ്പോർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീജകോശങ്ങളാണ്. അത് റിപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. ഇപ്പൊ ബാക്ടീരിയയോ ഫംഗിയുടെയോ അല്ലെങ്കിൽ മറ്റ് പ്ലാന്റുകളുടെ ഒക്കെ ബീജകോശങ്ങൾ അല്ലെങ്കിൽ എന്താണ് റിപ്രൊഡക്റ്റീവ് സെല്ലുകളാണ് സ്പോർസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കും. on items that are put inside this pressure vessel. ആ ഒരു പ്രഷർ വെസലിലേക്ക് ഈ ഐറ്റംസ് ഇൻസൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഓട്ടോക്ലേവ് പ്രവർത്തനം ആരംഭിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹൈ പ്രഷർ കൊടുക്കുന്നു. അതിലേക്ക് ഹൈ സ്റ്റീം അല്ലെങ്കിൽ നീരാവിയാണ് അതിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ നമ്മൾ അവിടെ കൊടുക്കുന്നത് കൊണ്ട് അതിലൂടെ ആ ഒരു എന്താണ് ആ ഒരു ഒബ്ജക്റ്റിലുള്ള അല്ലെങ്കിൽ എന്ത് സാധനമാണ് നമ്മൾ ആ ഒരു ഐറ്റംസ് എന്ത് ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് ആ ഐറ്റംസിനുള്ളിൽ ബാക്ടീരിയയോ വൈറസോ ഫംഗിയോ സ്പോർസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നശിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആൻഡ് ഓട്ടോക്ലേവ്സ് ആർ കോമൺലി യൂസ്ഡ് ആസ് സ്റ്റീം സ്റ്റെറിലൈസർ. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോക്ലേവ്സ് ആണ് അല്ലെ സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് അല്ലെ. സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് കെയർ മേഖലയിലോ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടോ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രികളിലോ ഒക്കെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ്സ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സിന്റെ ഒരു പിക്ചർ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റീം സ്റ്റെറിലൈസർ ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക.
ഒരു ഓട്ടോക്ലേവ് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അവിടെ ഹൈ ടെമ്പറേച്ചർ സ്റ്റീമും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ പ്രഷറും കൊടുത്തുകൊണ്ട് ആ ഒരു പ്രഷർ വെസലിലേക്ക് വെക്കുന്ന ഓരോ ഐറ്റത്തിലെയും മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗി, സ്പോർസ് മുതലായവയെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ക്ലിയർ ആണോ ഓട്ടോക്ലേവ്? അടുത്തതാണ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ കണ്ടിട്ടുണ്ടോ? എവിടെയാ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്? കൂടുതലായിട്ടും ഇൻക്യുബേറ്റേഴ്സ് എവിടെയായിരിക്കും ഉപയോഗിക്കുക? NICയിൽ ഉപയോഗിക്കാറുണ്ട്. ശരിയാണ്. കുട്ടികൾക്ക് അല്ലെ പീഡിയാട്രിക് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫന്റ് ഇൻക്യുബേറ്റർ ഈസ് എ സ്മോൾ എക്യുപ്മെന്റ്, ചെറിയ ഉപകരണമാണ് അല്ലെ. കോമൺലി യൂസ്ഡ് ഇൻ പീഡിയാട്രിക് ഹോസ്പിറ്റൽ അല്ലെ. പീഡിയാട്രിക് ഹോസ്പിറ്റലുകളില്, ബർത്തിങ് സെന്ററുകളില്, അതുപോലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് പറഞ്ഞ പോലെ NICU യൂണിറ്റുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ചെറിയ ഉപകരണം ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പോസിബിളി ദ മോസ്റ്റ് അപ്പാരന്റ് ഫംഗ്ഷൻ ഓഫ് ആൻ ഇൻഫന്റ് ഇൻക്യുബേറ്റർ ഈസ് ടു സേഫ് ഗാർഡ് ഇൻഫന്റ്സ് ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജ് ഓഫ് ലൈഫ്. ഇപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആ ഏർലി സ്റ്റേജ് ഓഫ് ലൈഫ് അല്ലെ, ആ കുട്ടികളുടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ആ ശിശുക്കളെ സംരക്ഷിക്കുക എന്നതാണ് ശരിക്കും ഈ ഇൻക്യുബേറ്റേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതെ, ഇൻഫൻസിന്റെ ആവശ്യമായുള്ള കെയർ അല്ലെങ്കിൽ പരിചരണം കൊടുക്കുക. അപ്പൊ അതിലൂടെ അവരുടെ ആ ഒരു ആദ്യകാല ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കാനും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്മോൾ എക്യുപ്മെന്റ് ആണ് ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പീഡിയാട്രിക് ഹോസ്പിറ്റലുകളിൽ, ബർത്ത് സെന്ററുകളിൽ, അതുപോലെ തന്നെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICUയിലുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. കണ്ടിട്ടുണ്ടോ മെഡിക്കൽ റെഫ്രിജറേറ്റർ? കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ റെഫ്രിജറേറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. Medical refrigerators are particularly designed to meet the required temperature demands for safe vaccine storage. So safe ആയിട്ട് വാക്സിൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ നിറവേറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു refrigerator ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. ആൻഡ് വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ആ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എവിടെ മുതൽ എവിടെ വരെയാ? 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ദീസ് മെഡിക്കൽ റെഫ്രിജറേറ്റർ വിൽ സെക്യൂർലി സ്റ്റോർ എ വൈഡ് റേഞ്ച്. അപ്പൊ ഒത്തിരി ഈ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്ററിൽ ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുരക്ഷിതമായിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ പ്രധാനമായിട്ടും സേഫ് ആയിട്ട് വാക്സിൻസ് വളരെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ് അത് നിറവേറ്റുന്ന രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. അപ്പൊ ഇതില് നമുക്ക് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്ററിൽ നമുക്ക് വളരെ സെക്യൂർ ആൻഡ് സേഫ് ആയിട്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുരക്ഷിതമായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് വാക്കർ. വാക്കർ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ വാക്കർ? ഓക്കെ. Walker or walking frame is an instrument for elderly and disabled. അവിടെ വരെ മതി കേട്ടോ, മറ്റു ഭാഗങ്ങൾ വേണ്ട. അതില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. Elderly or and disabled for people who require. അതുപോലെ ഡിസേബിൾഡ് ആൻഡ് എൽഡർലി രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതിൽ കിടക്കുന്നതാണ് മിസ് പറയുന്നത് കേട്ടോ.
A walker or walking frame is an instrument for elderly and disabled, for people who require extra support to maintain balance or stability while they walk. ഒരു വാക്കർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതിനാ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴല്ലേ നമ്മൾ വാക്കർ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോൾ പ്രായമായവർക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ആർക്ക് തന്നെയാണ്? ഇതൊരു വാക്കിംഗ് ഫ്രെയിം ആണ്, അല്ലെ? അത് ആരാണ് കൂടുതലും ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്? പ്രായമായവരാവാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലും ഈ ഒരു വാക്ക്. അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ വന്ന് ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട്, കുറച്ച് നാളത്തേക്കെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഇവർ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരു എക്സ്ട്രാ സപ്പോർട്ട് പോലെ. അവർ നടക്കുന്നതും പാടില്ല, അവർക്ക് ചിലപ്പോൾ ഒരു നല്ല ബാലൻസ് ചിലപ്പോൾ നടക്കുന്ന സമയത്ത് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് അവർ ആ ഒരു നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വീഴാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് പോലെ നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ വാക്കർ അല്ലെങ്കിൽ ഈ വാക്കിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇതൊരു പ്രായമായവർക്കോ അല്ലെങ്കിൽ വികലാംഗർക്കോ അല്ലെങ്കിൽ വൈകല്യമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് നമുക്ക് ആ ഒരു നടക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൺ നോക്കിയേ, ട്രക്കിയോസ്റ്റോമി. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ട്രക്കിയോസ്റ്റോമി കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് പറഞ്ഞേ, മിസ്സിന്റെ അടുത്തൊന്ന് പറഞ്ഞേനെ. ട്രക്കിയോസ്റ്റോമി എന്താ? എന്താണ് ട്രക്കിയോസ്റ്റോമി? ട്രക്കിയോ ഓപ്പൺ ചെയ്യുന്നു, അല്ലെ? എന്തിനു വേണ്ടിയാ ട്രക്കിയോ ഓപ്പൺ ചെയ്യുന്നേ? എന്തിനാണ് ട്രക്കിയോ ഓപ്പൺ ചെയ്യുന്നേ? ട്യൂബ് ഇടും. ട്യൂബ് ഇട്ടിട്ട് ട്രക്കിയോ ഓപ്പൺ ചെയ്ത് ട്യൂബ് ഇട്ടിട്ട് എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടി, അല്ലെ? ഇവരുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു എയർവേ ഓപ്പൺ ആക്കി വെച്ച് ബ്രീത്തിങ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഇവിടെയും ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്, അല്ലെ? ഇതൊരു ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ on the anterior aspects of the neck and opening a direct airway through an incision in the trachea. So tracheostomy എന്ന് പറഞ്ഞാൽ the surgical procedure consists of making an incision on the anterior aspects of the neck. നമ്മുടെ നെക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മുറിവുണ്ടാക്കുന്നു. ആ ഒരു നെക്കിന്റെ ആ ഒരു മുഖം, ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? ആ ഒരു നെക്കിന്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു മുറിവുണ്ടാക്കുകയും അതിലൂടെ and opening a direct airway through an incision in the trachea. അതിലൂടെ ആ ട്രക്കിയയിലൂടെ ഒരു മുറിവുണ്ടാക്കി അവിടെ ഒരു ട്യൂബ് കണക്ട് ചെയ്തൊരു ഡയറക്റ്റ് എയർവേ നേരെയാക്കി അവരുടെ ആ ഒരു ബ്രീത്തിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സുഗമമാക്കുന്ന ഒരു പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റോമി. ഇത് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ട്രക്കിയോസ്റ്റോമി ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല പല ചാപ്റ്റേഴ്സിലും ഈ ഒരു പേര് നിങ്ങൾ കണ്ട് പരിചയമുള്ള കാര്യമാണ്. ട്രക്കിയോസ്റ്റോമി എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അത് എന്ത് ചെയ്യുന്നു? നെക്കിന്റെ ആ ആന്റീരിയർ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ആന്റീരിയർ ഭാഗത്ത്, മുൻഭാഗത്ത് മുറിവുണ്ടാക്കി നമ്മുടെ ആ ഒരു ട്രക്കിയയിലൂടെയുള്ള ആ ഒരു മുറിവിലൂടെ നമ്മളൊരു ട്യൂബ് കടത്തി വിട്ടുകയും അതിലൂടെ അവരുടെ എയർവേ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ക്ലിയർ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്രച്ചസ്. ക്രച്ചസ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഈ സാധനം ക്രച്ചസ് കണ്ടിട്ടുണ്ട്. ഓക്കെ. ക്രച്ചസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നേ? നടക്കാൻ സഹായിക്കുന്നു, അല്ലെ? അപ്പൊ ഇവിടെ
പല ടൈപ്പ് ക്രച്ചസ് കണ്ടിട്ടുണ്ട് അല്ലെ, പല ടൈപ്പ് ക്രച്ചസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് ദാറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ സൈസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബേസ് ഓഫ് സപ്പോർട്ട്. അപ്പൊ ഒരു ക്രച്ചസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ക്രച്ചസ് ഉണ്ട്. അത് നമുക്ക് വാക്കിങ്ങിന് വേണ്ടി അല്ലെ, നമുക്ക് നടക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ഹെൽപ് ടു എൻഹാൻസ് ദ സൈസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ബേസ് സപ്പോർട്ട്, ഒരു ഇൻഡിവിജ്വലിന്റെ സൈസ് വലുതാണോ ചെറുതാണോ എത്രയായിക്കോട്ടെ, അവരുടെ ആ ഒരു ബേസ് സപ്പോർട്ട്, നമുക്ക് നടക്കാൻ വേണ്ടി ഒരു ബേസ് സപ്പോർട്ട് നൽകുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് crutches എന്ന് പറയുന്നത്. They carry weight from the legs to the upper body and are many a time used by people who unable to and are their legs to use support their weight from short-term injuries to long-lasting disabilities. So ഇവിടെ ഈ ഒരു crutches ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ സഹായിക്കുന്നു. അതിനുവേണ്ടി they carry weight from, നമ്മുടെ ലെഗ് മുതൽ നമ്മുടെ അപ്പർ ബോഡിയിലുള്ള വെയിറ്റ് വരെയും നമ്മൾ എന്തിന്റെ സഹായത്തിലാണ് അവിടെ താങ്ങി നിർത്തുന്നത്? ഈ crutchesന്റെ സഹായത്തിൽ താങ്ങി നിർത്തുകയും, കാരണം അവരുടെ ലെഗിന്, അവരുടെ കാലുകൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ, അത്രയും വെയിറ്റ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അതിന് പകരം crutches ഉപയോഗിച്ചാണ് നടക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരുടെ ആ ഒരു ലെഗിന്റെ മുകളിലോട്ടുള്ള അപ്പർ ബോഡിയുടെ ആ ഒരു വെയിറ്റ് നമുക്ക് താങ്ങുന്നത് ഈ ഒരു crutchesന്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ crutch ഒന്നുകൂടി പറയണോ? crutches എന്ന് പറഞ്ഞാല് ഒരു വാക്കിംഗ് എയ്ഡാണ്, നമ്മൾക്ക് നടക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? ദ ഇൻഡിവിജ്വൽസ് ബേസ് ഓഫ് സപ്പോർട്ട്. ഒരു ഇൻഡിവിജ്വലിന്റെ അവരുടെ ശരീരത്തിന്റെ സൈസിനനുസരിച്ച് ഒരു ബേസ് സപ്പോർട്ട്, അവർക്ക് നടക്കാൻ വേണ്ടി ഒരു ബേസ് സപ്പോർട്ട്, നമുക്ക് താഴേക്ക് ബേസ് സപ്പോർട്ട് നൽകുന്ന ഒരു ഉപകരണമാണ് എന്ത്? crutches എന്ന് പറയുന്നത്. They carry weight from, അതായത് ഈ ഒരു crutchesൽ ശരിക്കും അവർ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ലെഗിന് മുകളിലോട്ടുള്ള ബോഡിയുടെ ഭാഗമില്ലേ, അവിടുത്തെ അപ്പർ ബോഡിയിലുള്ള വെയിറ്റ് ആണ് കൂടുതലും crutches താങ്ങുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ലെഗിന്, നമ്മുടെ കാലുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ കാലുകൾക്ക് ഈ പറയുന്ന ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അതിപ്പോ ചിലപ്പോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ പോലും ആയിരിക്കും, ചിലപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ഡിസബിലിറ്റി, ഒരു ഷോർട്ട് ടൈം, ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ചിലപ്പോൾ കാലിനൊക്കെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പരിക്കുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ആ ഒരു അപ്പർ ബോഡിയുടെ വെയിറ്റും കൂടി ചിലപ്പോൾ നമ്മുടെ കാലിന് താങ്ങാൻ പറ്റാതെ വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ crutches ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ വരുമ്പോ crutches ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ ടു ലോങ് ലാസ്റ്റിംഗ് ഡിസബിലിറ്റീസ്, ഒരു ദീർഘനാളത്തേക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ, ഇപ്പൊ എന്താണ് കാലൊക്കെ ഇപ്പൊ മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അവരൊക്കെ crutches ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താ? ദീർഘകാലത്തേക്കുള്ള ഡിസബിലിറ്റിയാണ്, വൈകല്യമാണ്. കാരണം അവർക്ക് അതിന് പിന്നീട് ആ ഒരു മുറിച്ച ഭാഗം ചിലപ്പോൾ വീണ്ടെടുക്കാൻ പറ്റേണ്ടി വരില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ അവരുടെ ആ ഒരു അപ്പർ ബോഡിയുടെ വെയിറ്റ് ഒരു ബേസ് സപ്പോർട്ട് പോലെ താങ്ങാൻ വേണ്ടിയിട്ട്, അവരുടെ കാലുകൾക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കാലില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് അവിടെ ആ ഒരു സ്പേസ് വേക്കന്റ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു അപ്പർ ബോഡിയുടെ ആ ഒരു വെയിറ്റ് നമ്മുടെ കാലുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് എയ്ഡ് ആണ് crutches എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ crutches. അതിനുശേഷം നമുക്ക് ആ ഒരു 3 ടൈപ്പ് പറയാം. ഓക്കെ. ഇനി നമ്മള് crutches are of 3 types. 3 ടൈപ്പ് crutches ഉണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. 3 ടൈപ്പ് crutches ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തതാണ് axilla crutches, രണ്ടാമത്തത് elbow crutches, മൂന്നാമത്തത് gutter crutches. ഇതില് ആദ്യത്തെ 2 നിങ്ങൾ പിന്നെയും കണ്ടു കാണും അല്ലെ? ആക്സിലറി crutches അല്ലെങ്കിൽ axilla crutch കണ്ടിട്ടില്ലേ? എവിടെ വെച്ചാ ഇത്? എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
നമ്മുടെ കൈകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തിനിടയിൽ വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? ആണോ? ആക്സിലറി അല്ലെങ്കിൽ ആക്സിലാർ ക്രച്ചസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കക്ഷത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മുടെ രണ്ട് കൈകളുടെയും ഇടയിൽ നമുക്ക് അത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രച്ചസ് ആണ് ആക്സിലറി ക്രച്ചസ് അല്ലെങ്കിൽ ആക്സിലാർ ക്രച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എൽബോ ക്രച്ച്. എവിടെയാണ് എൽബോ ക്രച്ച് ഉപയോഗിക്കുക? കൈമുട്ട് അല്ലെങ്കിൽ കൈത്തണ്ട അല്ല, നമ്മുടെ കൈമുട്ടിനോട് ചേർന്ന് അല്ലെ? കൈമുട്ടിലാണ്, ആ ഒരു ഭാഗത്താണ് എൽബോ ക്രച്ച്. നമ്മൾ ആ ഒരു കൈമുട്ടിന്റെ അവിടെ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ എൽബോ ക്രച്ച് കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? ആളുകളൊക്കെ കൊണ്ടുപോകുന്ന നടക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത് രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി അറിയാം. മൂന്നാമത്തത് ഗട്ടർ ക്ലച്ച് എന്ന് പറഞ്ഞാല് അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല? ഇല്ല. അത് ഈ പറഞ്ഞ പോലെ കൈത്തണ്ട, അതായത് നമ്മുടെ കൈക്ക് ചിലപ്പോ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ വേണ്ടി ചിലപ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അതായത് നമ്മുടെ കൈയുമായി ബന്ധപ്പെട്ട് ഒരു കൈക്ക് എന്തെങ്കിലും വീക്ക് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തണ്ടയുമായി ബന്ധപ്പെട്ട് വേദനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുറുക്കി പിടിക്കാനായിട്ട് ഒരു ബലക്കുറവുണ്ടാവും അല്ലെ? അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ കൈത്തണ്ട അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. ആ ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് പിടിക്കാൻ പറ്റുന്ന, പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് ഗട്ടർ ക്ലച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു സ്റ്റാൻഡ് പോലെ ഒരു ചെറിയൊരു ഭാഗം കണ്ടോ? അവിടെ നമുക്ക് കൈ ഇങ്ങനെ വെക്കാം. കൈയുടെ തണ്ട ആ ഒരു സൈഡിൽ ആ ഒരു ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാം? ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് വെച്ചിട്ട് ആ ഒരു പിടുത്തമുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് പിടിച്ച് നടക്കാൻ പറ്റും. അതാണ് ഗട്ടർ ക്ലച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് താഴ്ത്തി നമുക്ക് ബലം കൊടുത്ത് ഫോഴ്സ് ചെയ്ത് നടക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ കയ്യിൽ വേദനയുള്ളവർക്ക്, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഹാൻഡ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗട്ടർ ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ നമുക്കൊരു എന്താണ് ഒരു പ്ലെയിൻ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ കൈമുട്ടിന്റെ ആ ഒരു മോൾ ഭാഗം നമുക്ക് അവിടെ വെക്കാനും എന്നിട്ട് അതിനുശേഷം ആ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് പിടിച്ച് നടക്കാനും പറ്റും. ക്ലിയർ ആണോ ഗട്ടർ ക്ലച്ച്? അപ്പൊ 3 തരത്തിലുള്ള ക്രച്ചുകൾ, ടൈപ്സ് ഓഫ് ക്രച്ചസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് ഓക്സിലറി ക്രച്ച്, രണ്ടാമത്തത് എൽബോ ക്രച്ച്, മൂന്നാമത്തത് ഗട്ടർ ക്രച്ച്. അതിൽ ഓക്സിലറി ക്രച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ഷത്തിന്റെ ഇടയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കൈകൾക്കും ഇടയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. എൽബോ ക്രച്ച് ആകുമ്പോൾ നമ്മുടെ കൈ മുട്ടിന്റെ ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഗട്ടർ ക്ലച്ച് ആകുമ്പോൾ നമ്മൾ ആ ഒരു പെയിനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൈ നമുക്ക് അവിടെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ആ ഒരു മുട്ടിന് കീഴിലേക്കുള്ള ആക്സിലറി എന്നാണ് കേട്ടോ, ആക്സിലറി ക്ലച്ച് കേട്ടോ, ആക്സിലറി ക്ലച്ച്. ആക്സില എന്നും പറയാറുണ്ട്, കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് ആക്സിലറി എന്നാണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്, ആക്സിലറി എന്നും ആക്സില എന്നും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഗട്ടർ ക്ലച്ച് എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ കണ്ടിട്ടുണ്ടോ? ഈ ഒരു പിക്ചർ നോക്കിയേ. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ കാർഡിയാക് മോണിറ്റർ കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിരിക്കുന്നത് കാർഡിയാക് മോണിറ്റർ? കൂടുതലും ഒരു കാർഡിയാക് മോണിറ്റർ കാണുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ICUകളില് അല്ലെ, ഒരു എമർജൻസി റൂമുകളില് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയറുകൾ കൊടുക്കുന്ന ഏരിയാസിലൊക്കെയാണ് കൂടുതലും ഈ കാർഡിയാക് മോണിറ്ററുകളുടെ സഹായം ആവശ്യമായി വരുന്നത്. ഒരു കാർഡിയാക് മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് എക്സിബിറ്റ് the electrical and pressure waveforms of the cardiovascular system for measurement and treatment. ഇവിടെ ഈ ഒരു കാർഡിയാക് മോണിറ്ററിലൂടെ ഇതൊരു എക്യുപ്മെന്റ് ആണ്, ഉപകരണമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്തറിയാൻ പറ്റും? ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ, അതായത് വൈദ്യുത സമ്മർദ്ദം, അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ എത്രത്തോളം ഉണ്ട്, ഇലക്ട്രിക്കൽ ഓപ്പറേഷൻസ്, ഹൃദയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പ്രഷറിന്റെ വേവ് ഫോംസ് അല്ലെങ്കിൽ പ്രഷറിന്റെ രൂപമാറ്റങ്ങൾ എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ. ഈ ഒരു കാർഡിയാക് മോണിറ്ററിന്റെ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആ ഒരു ഹാർട്ടിന്റെ റിതം എത്രത്തോളം ഉണ്ട് അല്ലെ? നിങ്ങൾ കാണാറില്ലേ? ഇങ്ങനെ ഫിലിംസിലാണെങ്കിലും കണ്ടിട്ടില്ലേ?
ഇതിലൂടെ ഇങ്ങനെ പോകുന്നത് നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ റിതം നോർമൽ ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ അത് ഇറഗുലർ ആണോ, അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ വേരിയേഷൻസ് എത്രത്തോളം ഉണ്ട്, പ്രഷർ നോർമൽ ആണോ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാർഡിയാക് മോണിറ്ററിന്റെ സഹായത്തോടു കൂടി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും സാധിക്കും. സോ അടുത്തത് നോക്കിയേ, ദ പാരാമീറ്റേഴ്സ് പർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ICU എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. ICUല് പ്രത്യേകപ്പെട്ട ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രഷർ വേരിയേഷൻസ്, ഹാർട്ട് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഈ ഒരു ഉപകരണം കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് പർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ്. റെസ്പിറേറ്ററി പ്രവർത്തനങ്ങളുമായി ശ്വസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളും നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ എമർജൻസി റൂംസ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഒരു എമർജൻസി റൂമുകളില് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് കൂടുതലും നമ്മളിത് കാണുന്നത്. ടു ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, അതായത് നമ്മുടെ ഓപ്പറേഷൻസ് സർജറി കഴിഞ്ഞ് ഇരിക്കുന്ന ആളുകളില് അവരുടെ കേസ് എന്ന് പറഞ്ഞാല് വലിയ വലിയ സർജറി കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒത്തിരി നിരീക്ഷണം, കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട, കെയർഫുൾ ആയിട്ട് നമ്മൾ അവരെ നിരീക്ഷിക്കേണ്ട ആളുകളാണ് അല്ലെ. അവരുടെ ബോഡിയിൽ അവരുടെ പ്രഷർ വ്യത്യാസം വരുന്നുണ്ടോ, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസിന് നമ്മൾ ഈ പറയുന്ന അവർ ഇരിക്കുന്ന ഇടങ്ങളിൽ ഈ ഒരു കാർഡിയാക് മോണിറ്ററിന്റെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെയാ കേട്ടിട്ടുണ്ടോ? കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം. സോഡിയം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അൺകോൺഷ്യസ് ആയിട്ട് പോയ കാര്യം കേസുകളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് ഇലക്ട്രോലൈറ്റ്സിൽ എന്തെങ്കിലും ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ വന്ന് ചിലപ്പോൾ ചിലത് കൂടാം, ചിലത് കുറഞ്ഞു പോവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ കേസ് ആയിട്ടാണ് വരുന്നത്. കാരണം അവരത് അൺകോൺഷ്യസ് ആവാണ്, ബോധരഹിതരാവുകയും അതിൽ നിന്ന് റിക്കവർ ആയി കുറച്ച് സമയമെടുക്കും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ് മറ്റെന്തെങ്കിലും കാരണത്താല് അൺസ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് അവരുടെ ബോഡിയിലുള്ള ചിലപ്പോൾ പ്രഷർ വേരിയേഷൻ ഉണ്ടാവും, ഹാർട്ട് റിതത്തിൽ വേരിയേഷൻ ഉണ്ടാവും, അൺകോൺഷ്യസ് ആവാം. അപ്പൊ അങ്ങനെ പ്രഷർ ചിലപ്പോൾ കുറഞ്ഞു പോവാം, ഷുഗർ ലെവൽ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരതയില്ലാത്ത അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു സ്ഥിരതയില്ല, ഒരു വൈറ്റൽ സയൻസിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കൂടുതലായിട്ട് കാണുന്നു, ഒരു അൺകോൺഷ്യസ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലാണ് കൂടുതലും നമ്മൾ ഈ കാർഡിയാക് മോണിറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അവരെ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂസ്ലി അവരുടെ ഈ പറയുന്ന അവരുടെ ഹാർട്ട് റിതം എങ്ങനെയാണ്, അവരുടെ പൾസ് റേറ്റ് എങ്ങനെയാണ്, അവരെ കൃത്യമായിട്ട് അവരുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിലൂടെ നോക്കി മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് കൊടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ കാർഡിയാക് മോണിറ്റർ? ഓക്കെ ആണോ? ലാസ്റ്റ് വരുന്നതാണ് ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ? ഈ ഒരു പിക്ചറിൽ അവരുടെ ഒരു വ്യക്തിയുടെ കാല് കൈയ്ക്ക് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മെഷീൻ കണ്ടിട്ടുണ്ട്. അതാണ് ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ട്രാക്ഷൻ, മെക്കാനിസത്തെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസം. ഓർത്തോ വാർഡുകളിൽ അല്ലെങ്കിൽ ഓർത്തോ മെഡിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഫിലിംസിൽ കണ്ടിട്ടാ? ശരിയാ. ഓക്കെ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, നോക്കിയേ, മെക്കാനിസം ടു സ്ട്രെയിറ്റൻ ബ്രോക്കൺ ബോൺസ്. ഇപ്പൊ പൊട്ടിയ ബോൺസ്, ഇപ്പൊ നമ്മുടെ കാലിന്റെ കൈയുടെ ഒക്കെ ബോൺസ് പൊട്ടിയെന്ന് വിചാരിക്കുക, അത് നേരെയാക്കാൻ വേണ്ടിയിട്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ സ്പൈനിലും ബോൺസിലും ഒക്കെ എന്തെങ്കിലും പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങളോ വന്ന് നമുക്ക് വേദനയൊക്കെ കൂടുതലാവുമ്പോൾ ഒരു റെസ്റ്റ് എന്ന പോലെ അല്ലെങ്കിൽ ഇത് നോർമൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിയ ഭാഗമാണെങ്കിൽ ആ സ്പൈൻസിന്റെ ആ ഒരു പൊട്ടിയ ഭാഗത്തെ ആ ബോൺസ് നേരെയാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യും? മിനിമലി മെയിൻലി 2 types of traction. 2 type of traction ആണ് ഉള്ളത്. ഒന്നാമത് സ്കിൻ ട്രാക്ഷനും
രണ്ടാമത്തത് സ്കെലിറ്റൽ ട്രാക്ഷൻ. They are utilized in orthopedic medicine. അല്ലെ, ഓർത്തോപെഡിക് മെഡിസിൻ അല്ലെങ്കിൽ ഓർത്തോ വിഭാഗത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട വാർഡുകളിലും നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലുകളിലൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഈ ട്രാക്ഷൻ പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ബോൺസ് അല്ലെങ്കിൽ സ്കെലിറ്റൽ, നമ്മുടെ ബോൺസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോൺസ് പൊട്ടിയാലോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനിന്റെയും അല്ലെങ്കിൽ ബോൺസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഷർ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വേദനയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഇപ്പൊ ഇവിടെ ഒരു ബോൺ പൊട്ടിയതായിരിക്കും, ഒരു കാലിന്റെ നമ്മുടെ ഒരു ബോൺസിന് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിള്ളലുകൾ വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വഴി അത് ബ്രോക്കൺ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിൽ സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് അത് നേരെയാക്കാൻ 2 മെത്തേഡാണുള്ളത്. അപ്പൊ അധികം വലിയ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് സ്കെലിറ്റൽ ട്രാക്ഷനെ പറ്റുള്ളൂ. അതേസമയം ചെറിയ രീതിയിൽ അധികം സമയം എടുക്കാതെ അത് നേരെയാവുന്ന കേസുകളുണ്ടല്ലോ. അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിൻ ട്രാക്ഷൻ ചെയ്യാം. ഈ സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അവരുടെ ആ ഒരു ഭാഗമില്ലേ, ഇപ്പൊ ഒരു കാലാണെങ്കിൽ ആ ഒരു കാലിന്റെ ഭാഗത്ത് പുറമെ ഒരു അഡ്ഹസീവ്, അത് നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ടേപ്പ് ഒട്ടിക്കുകയും ആ ഒരു ടേപ്പിന്റെ പുറത്തേക്കൂടെയാണ് നമ്മൾ ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ തൂക്കിയിടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കെട്ടി തൂക്കിയിടുന്നത്. അപ്പൊ ആ ഒരു ടേപ്പിന്റെ സഹായത്തോടെ ഒരു സ്കിൻ ട്രാക്ഷൻ നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്കിൻ അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ് അണ്ടർലൈനിങ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ടേപ്പ് അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ സ്ട്രൈപ്സ് അല്ലെങ്കിൽ സ്ട്രിപ്പ് പോലെയുള്ള സാധനം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്താണ് ആ തൂക്കിയിടുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ഇടും. ചിലർക്ക് വെയിറ്റ് ആയിരിക്കും ഇടുന്നത്. ഇപ്പൊ കുഴ തെറ്റിയ ആളുകളൊക്കെ ഇല്ലേ, പറയാൻ കേട്ടില്ലേ, കുഴ തെറ്റുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ വെയിറ്റ് ആയിരുന്നത്. ഇപ്പൊ ഇത്രയും കിലോ അല്ലെങ്കിൽ ഇത് നേരെ ആവുന്നത് വരെയും ഇത്രയും നാള് ഇവര് വെയിറ്റ് ഇട്ട് അനങ്ങാൻ പാടില്ല, ആ വെയിറ്റ് ഇട്ട് ഇങ്ങനെ കിടക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടിയതാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പൊട്ടിയ ഭാഗത്തെ ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കിട്ടി ഇങ്ങനെ തൂക്കിയിട്ടേക്കും. അപ്പൊ അത് കൃത്യമായിട്ട് അവർ തൂക്കിയിടുന്നത് നമ്മൾ ആ ഒരു ടേപ്പ് ഒട്ടിക്കുന്ന ഒരു പശ പോലത്തെ ഒട്ടിക്കുന്ന ആ സ്കിന്നിന്റെ അവിടെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അതിനുശേഷം പ്ലാസ്റ്റർ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടാവും. അതിന് മുകളിലായിട്ട് നമ്മൾ ആ സ്കിന്നിനോടൊരു ടേപ്പ് ഒട്ടിച്ചാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, കെട്ടിയിടുന്നത്. അത് അധികം വലിയ രീതിയിലുള്ള ഫ്രാക്ചറോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഈ ഒരു ടൈപ്പ് ചെയ്യാം. ഇനി സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കിന്നിലല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് എന്തിലായിരിക്കും, ബോൺസിൽ. അതായത് പൊട്ടിയ ബോൺസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ ബോൺസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പിന്നോ വയറുകളോ കാര്യങ്ങളോ നേരിട്ട് ഡയറക്റ്റ് ബോൺസുമായിട്ട് കണക്ട് ചെയ്യും. സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് മുറുക്കി കണ്ടിട്ടില്ല നിങ്ങൾ ചില പേഷ്യൻസിനെ അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്, സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് മുറുക്കി അവരുടെ ആ ഒരു ബോൺസിന്റെ ആ ഭാഗത്തെ അനങ്ങാതെ നേരെ നിർത്തി എന്നിട്ടായിരിക്കും അത് അവിടെ ഇതുപോലെ പൊക്കി കെട്ടി വെക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? 2 തരത്തിലത്തെ ടൈപ്പ് മനസ്സിലായോ? അതൊന്നും ചോദിക്കാറില്ല കേട്ടോ, ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു തന്നോളൂ. നിങ്ങൾക്ക് സ്കിൻ ട്രാക്ഷൻ ആണ് സ്കെലിറ്റൽ ട്രാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. സ്കിൻ എന്ന് പറയുമ്പോൾ, സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു സ്ട്രേപ്പ് പോലത്തെ ഒരു എന്താണ് ഒരു പാഡ് പോലത്തെ സാധനം ഒട്ടിച്ചിട്ട് അതിൽ ക്ലിപ്പ് ചെയ്തായിരിക്കും നമ്മൾ തൂക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അധികം വലിയ രീതിയിലുള്ള ഫ്രാക്ചറോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് കുറച്ച് നാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറും. അതേസമയം കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ വന്നു, ഒരുപാട് വലിയ രീതിയിൽ ഒരു ബോൺസ് ബ്രോക്ക് ആയി പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരെയാക്കണമെങ്കിൽ ഈ ഒരു സ്കെലിറ്റൽ ട്രാക്ഷൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ സ്കെലിറ്റൽ നമ്മുടെ ബോൺസിലേക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, പിന്നോ വയറുകൾ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് നമ്മൾ അതിലൂടെ ആയിരിക്കും, അതിന്റെ സഹായത്തോടു കൂടിയാണ് തൂക്കിയിടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ 43 എക്യുപ്മെന്റ്സ് ആണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണുള്ളത്. 43 എണ്ണവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിലെ മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം, റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 10th ചാപ്റ്റർ ആണ് കേട്ടോ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് കയ്യിൽ കരുതിയേക്കാം. ഇത് അടുത്ത ദിവസം വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.